ആത്മീകത്തിനും അപ്പുറം, ശാസ്ത്രത്തിനും അപ്പുറം നിൽക്കുന്നവനാണ് നമ്മുടെ മഹാദേവൻ എന്നതാണ് അതിൻ്റെ തത്വം. അതുകൊണ്ട് ഇത് ആത്മീയ പതിവായിട്ട് മാത്രം കാണരുത്. ആത്മീയ പതിവായിട്ട് കാണുന്നതോടൊപ്പം തന്നെ ശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തി നോക്കുമ്പോൾ പല അറിവുകൾ നമ്മൾക്ക് കിട്ടും. ഇതെല്ലാം നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മളുടെ ഈ അറിവുകളെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ പ്രപഞ്ചശക്തിയാണെന്ന് വിശ്വസിക്കുക. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും അവസാനവും വെറും ശൂന്യതയിലാണ് തുടങ്ങുന്നത്. തുടക്കം തന്നെ അവസാനമാണ്. ഒരു അവസാനമാണ് എല്ലാത്തിനും തുടക്കമാവുന്നത്. ഈ സംഭവം അവസാനമില്ലാതെ നടക്കുന്ന കാര്യവും കൂടിയാണ്. വിജ്ഞാനവും ആത്മീയവും ഒന്നുചേരുന്ന ഇതിൻ്റെ ആധാരമായി ഒരു തത്വമുണ്ട്. അതാണ് ഇന്നുവരെയുള്ള ഗവേഷകർ തേടിക്കൊണ്ടിരിക്കുന്ന പല സിദ്ധറുകളും മനസ്സിലാക്കിയ ശിവതത്വം. വിജ്ഞാനത്തിനും ആത്മീയ ദൈവമായി പ്രതിഫലിക്കുന്ന മഹാദേവനും ഈ പ്രപഞ്ച തത്വത്തിനും എന്ത് സംബന്ധമാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനും കാണുക. സത്യത്തിൽ ഈ പ്രപഞ്ച തത്വവും ശിവതത്വവും എന്താണ്? അതിനുള്ള ഉത്തരം എന്താണ്? ഇവ രണ്ടിനെയും ഒന്നു ചേർക്കുന്ന സത്യം എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യത്തിനെല്ലാം ഉത്തരമായി ഒരാളുണ്ട്. ആ ആളാണ് നമ്മുടെ മഹാദേവൻ. എന്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏതില്ലയോ അതാണ് ശിവം എന്ന ഒരു ഉത്തരം കിട്ടും. ജനിക്കുന്ന ഓരോന്നും അത് ജനിക്കുന്ന ഇടത്തിൽ തന്നെ ഒടുങ്ങുന്നു. തന്നിൽ തോന്നുന്ന എല്ലാത്തിനും തൻ്റെ ഉള്ളിൽ തന്നെ അവസാനമുണ്ടാകുന്നു എന്ന ശിവതത്വത്തെ ഒന്ന് രണ്ട് വാക്കുകളിൽ വിശദീകരിക്കുന്നത് സിദ്ധർക്ക് പോലും പറ്റാത്ത കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മളെക്കൊണ്ട് എങ്ങനെ പറ്റും? എങ്കിലും ശ്രമിക്കാം. തന്നെ മറന്ന ധ്യാനനിലയിൽ ജ്ഞാനമടയുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ ഉയർന്ന നിലയിലേക്ക് എത്താൻ പറ്റൂ എന്ന് മഹാദേവൻ തരുന്ന ഒരു തത്വമാണ്. ഈ ശിവതത്വത്തെ പുരാണങ്ങളും സിദ്ധറുകളും വിജ്ഞാനവും അവരവർ അറിവുകൾക്കനുസരിച്ച് പറഞ്ഞാലും ഇവരെല്ലാവരും പറയുന്ന ഒരേ സത്യമാണ്: സ്നേഹം കൊണ്ട് മാത്രമേ ഭഗവാനെ ഉണരാൻ പറ്റൂ. അതല്ലാതെ ശിവത്തെ ഉണരുന്നത് അസാധ്യമാണ്. സിദ്ധർ പോക്ക് ശിവൻ പോക്ക് എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? കണ്ണു പോകുന്ന വഴിക്കോ മനസ്സ് പോകുന്ന വഴിക്കോ പോകുന്നവരല്ല ശിവൻ. അതല്ല മഹാദേവൻ്റെ പാത. സിദ്ധറുകളുടെ യാത്ര എന്നും സമനില എന്ന ആ ഒരു സ്നേഹത്തിനെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. തിരുമൂലർ എന്ന് പറഞ്ഞ ഒരു സിദ്ധർ എഴുതിയ പാട്ടിൽ പറയുന്നുണ്ട്: സ്നേഹവും ശിവനും രണ്ടാണെന്ന് പറയുന്നവർ അറിവില്ലാത്തവരാണ്. സ്നേഹമെന്നതാണ് ശിവൻ. അതാരും മനസ്സിലാക്കുന്നില്ല. തിരുമൂലരുടെ അതേ പാട്ടിൻ്റെ അടുത്ത വരിയിൽ ശിവൻ്റെ തത്വത്തെ എടുത്തു പറയുന്നുമുണ്ട്. സ്നേഹം ശിവനാണെന്ന് തിരിച്ചറിഞ്ഞവർ സ്നേഹമായി തന്നെ ജീവിക്കുമെന്നാണ് തിരുമൂലർ പറയുന്നത്. അൻപേ ശിവമെന്ന് കേട്ടിട്ടില്ലേ? എല്ലാവരോടും സ്നേഹം, എല്ലാ ജീവജാലങ്ങളോടും കരുണ. ആ ഒരു അവസ്ഥയും ശിവതത്വമാണ്. അതേപോലെ ഞാൻ പാട്ടുക്ക് ശിവനെ നിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇവിടെ ഞാൻ എന്ന ഒന്നുമേയില്ല, മുഴുവനുമായും നീയെ കൈവശപ്പെടുത്തി ഞാൻ നിൻ്റെ ഇടത്തിൽ നിന്നെ അറിഞ്ഞ് നിൻ്റെ ഇടത്തിൽ ശരണാഗതി അടഞ്ഞ് എന്ന അമഹത്തായ തത്വമാണത് ശിവനെ എന്ന് പറയുമ്പോൾ. ശിവനെ നിരുന്ന് എന്ന ഒറ്റ വാക്കിലുള്ള തത്വം അതാണ് മനസ്സിലാക്കേണ്ടത്. തപസ് ചെയ്ത ജ്ഞാനികളുടെ ജീവിതകഥ നമുക്കറിയാം. വർഷങ്ങളായിട്ട് അവരുടെ ശ്രമം കൊണ്ട് തപസ്സിനെ പൂർത്തി ചെയ്ത് തങ്ങളെ മുഴുവനുമായും അർപ്പണിച്ചിരിക്കും അവർ. അതുകൊണ്ടാണ് മനസ്സിനെ സമനില ചെയ്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ആർക്കും ഒരു തടസ്സവും ഉണ്ടാവില്ലെന്ന് പറയുന്നത്. ഇന്നെല്ലാവരും പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ ആരും പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ മനസ്സ് ഏതിലാണ് തീവ്രമായി ഈടുപെടുന്നത്, അപ്പോൾ വേറെ ചിന്തകൾ മനസ്സിൽ തോന്നില്ല. അതേപോലെ തന്നെയാണ് ഭക്തിയും ഉണ്ടാവേണ്ടതെന്നാണ് സിദ്ധറുകൾക്കും ഗുരുവായ ശിവൻ്റെ തത്വം. തന്നെയും മറന്ന് ആ പരമ്പൊരുളിടം മനസ്സ് വയ്ക്കുന്നവർക്ക് തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒന്നും കണ്ണിൽപ്പെടില്ല. ഒരു സംഭവമുണ്ട്. കാട്ടിൽ കെട്ടിവെച്ചിരുന്ന കുതിര കെട്ടുപൊട്ടിച്ച് ഓടുന്നത് കണ്ട് അതിനെ പിടിക്കുവാൻ വേണ്ടി വീരറുകൾ ഓടുകയാണ്. അതിനെ ഓടിച്ചു കൊണ്ടുവരികയാണ്. ഒരു വീടിനെ കടന്നു ചെന്ന കുതിരയെ പിന്നീട് അവരുടെ കണ്ണിൽ പെട്ടില്ല. ആ വീടിൻ്റെ മുന്നിലിരുന്ന ഒരു വയസ്സായ ആളോട് ആ കുതിര ഏത് വഴിയിലാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുക ചെയ്തത്. ഈ പകൽ നേരത്ത് കൺമുന്നേ പോയ കുതിരയെ നിങ്ങൾ കണ്ടില്ല എന്ന് നിങ്ങൾ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞവർ ആ വയസ്സായ ആളിനോട് ദേഷ്യപ്പെട്ടു. ഞാൻ ഈശ്വരനാമം ജപിച്ച് ധ്യാനത്തിലിരിക്കുകയായിരുന്നെന്ന് പറഞ്ഞപ്പോൾ അവരവിടുന്ന്
വേറെ വഴിയിൽ കുതിരയെ അന്വേഷിച്ച് പോയി. ഇതിൽ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ഉണരുന്ന കാര്യമാണ്. നമ്മളിൽ പലരും ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരവും കണ്ണും ക്ലാസ്സിൽ ഇരിക്കും, മനസ്സ് എവിടേക്കോ പോയിട്ട് വന്നിട്ടുണ്ടാവും. ആ സമയം നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യം കൂടെ മനസ്സിൽ നിൽക്കില്ല. ഈ നിമിഷം ഇപ്പോൾ കൂടെ നിങ്ങളിൽ പലരും ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തകൾ എവിടെയായിരിക്കും? വണ്ടി ഓടിക്കുമ്പോൾ, ജോലി ചെയ്യുന്ന സമയങ്ങളിൽ, അപ്പോൾ കൂടെയും നമ്മളിൽ പലരും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഇതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ചിന്തകളെ സമനിലപ്പെടുത്തുന്ന മന്ത്രങ്ങളെ ഭക്തിമാർഗമായി നമ്മുടെ മുന്നോറുകൾ നമ്മൾക്ക് പറഞ്ഞു വെച്ചത്. ചിന്തകളുടെ ശക്തി അതീതമാണ്. അതിൻ്റെ കാരണമായിട്ടാണ് ആത്മീയത്തിനും സാധാരണ ജീവിതശൈലിക്കുമുള്ള ബന്ധം ഈ ചിന്തകൾ മൂലം വളർന്നു വന്നിരിക്കുന്നത്. ശിവവാക്യ സിദ്ധർ പറയുന്നത്, എൻ്റെ ഉള്ളിലെ ചിന്തകളിൽ ഞാൻ എന്നെ പൂർണ്ണമായി അറിയുന്നു എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള സത്യമെല്ലാം അവിടെയുണ്ട്. ഞാൻ എന്നുള്ളിൽ തന്നെ ഉണ്ടെന്നറിയാതെ വെളിയിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വെളിയിൽ മുഖം മൂടി അണിഞ്ഞ് കാണിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ചിന്തകളാണ് ഞാൻ എന്ന സത്യവും, എന്നുള്ളിലിരിക്കുന്ന ചിന്തകളല്ലാതെ ഈ ലോകത്തിനുള്ളിൽ വേറൊന്നും ശ്രേഷ്ഠമായത് വേറൊന്നുമില്ല എന്നുള്ള ഒരു സത്യത്തെ നമ്മളോട് പറയുന്ന തത്വമാണ് ശിവതത്വം. ശിവചിന്തകൾ കൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി വഴി കണ്ടുപിടിച്ചവരാണ് സിദ്ധറുകൾ എന്ന് പറയുന്ന മഹാപുരുഷന്മാർ. ഈ ലോകമെല്ലാം ശിവമാണെന്ന് തിരിഞ്ഞവരാണ് സിദ്ധന്മാർ. അവരുടെ മനസ്സ് എപ്പോഴും തെളിഞ്ഞും ശുദ്ധവുമായിരിക്കും. അൻപേ ശിവം എന്ന തിരുമൂലം സിദ്ധരുടെ വാക്കുകൾ പ്രകാരം സിദ്ധരുടെ വഴി എന്ന് പറയുന്നത് അൻപ് വഴിയാണെന്നാണ് പറയുന്നത്. അൻപെന്ന് പറഞ്ഞാൽ സ്നേഹം. ദൈവം എന്നൊരാൾ വെളിയിലല്ല, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഒരു കാര്യമാണത്. പരമ്പൊരുളിൻ്റെ രൂപത്തെ മന്ത്രങ്ങൾ മൂലം നിങ്ങൾക്ക് ഉണരാൻ പറ്റും. അത് സിദ്ധന്മാർ തരുന്ന ഒരു ദാർശനിക സിദ്ധാന്തമാണ്. 18 സിദ്ധന്മാരുണ്ട്, പക്ഷേ അതിലധികവുമുണ്ട്. എല്ലാവർക്കും മുതിർന്ന സിദ്ധരായി ഈശ്വരൻ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ശിവനെ പറ്റിയുള്ള ഓരോ ചരിത്രവും ഒരു തത്വത്തെ നമ്മൾക്ക് ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. ശിവൻ്റെ ഉടുക്കയിൽ നിന്നുണ്ടായ ഓം എന്ന പ്രണവ മന്ത്രമാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, മറയ്ക്കൽ, അനുഗ്രഹം എന്ന 5 പ്രവൃത്തികൾക്ക് അടിസ്ഥാനം. ഓം എന്ന പ്രണവ മന്ത്രത്തെ ഉച്ചരിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള അവസ്ഥയെ അത് ശുദ്ധമാക്കുന്നു. അതുമാത്രമല്ല, മനസ്സിനെയും ശരീരത്തിനെയും ഒരു നിലപ്പെടുത്തി ചിന്തകളെ ശുദ്ധമാക്കി നമ്മുടെ മനസ്സിന് സമാധാനം കൊടുക്കുമെന്ന് ഈ ശാസ്ത്രം പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഗവേഷണത്തെ ആദിയിലേ പറഞ്ഞവനാണ് മഹാദേവൻ. ആശ്ചര്യമായിട്ടുള്ള ചിദംബര നടരാജരാണ് ഈ 5 പ്രവൃത്തികൾക്കും ആധാരമായിട്ടുള്ളത്. വലതു കൈയിലുള്ള ഉടുക്ക സൃഷ്ടിയെയും ഇടത്തെ കൈയിലുള്ള അഗ്നി സംഹാരത്തെയും, ഇനിയൊരു വലങ്കൈ ഉള്ളം കൈയിൽ അനുഗ്രഹത്തെയും, ഇനിയൊരു ഇടംകൈയുടെ ഉൾഭാഗത്ത് മറയ്ക്കലും, അഹങ്കാരത്തെ ചവിട്ടിയ പാദവും ഉയർത്തിയ പാദം സംരക്ഷണവും സൂചിപ്പിക്കുന്നു. എല്ലായിടത്തുമുള്ളവൻ, എല്ലാമുള്ളവൻ, എല്ലാം അറിയുന്നവൻ, എന്തിനും കുലുങ്ങാത്തവൻ, എല്ലാത്തിനും ഉദാഹരണം ശിവനെ അല്ലാതെ ആരെയും പറയാൻ പറ്റില്ല. ഇതിനെല്ലാം ഉപരി ശിവൻ്റെ തത്വം ആത്മീയത്തിനും വിജ്ഞാനത്തിനും താല്പര്യമായിട്ടുള്ളതാണെന്ന് അവൻ്റെ മന്ത്രത്തിൽ ഉണരാം. നമഃശിവായ, നമഃശിവായ എന്ന പഞ്ചാക്ഷരം പറയുന്ന സത്യം ശിവതത്വത്തിൻ്റെ ആണിവേരാണ്. ഭൂമി, ജലം, അഗ്നി, കാറ്റ്, ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളുടെ ആധാരമായിട്ടാണ് ശിവനിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം അത്. ശിവവാക്യ സിദ്ധരുടെ വാക്കുകളിൽ സകല ബ്രഹ്മാണ്ടവും അതിൽ നിന്നാണ് ഉണ്ടായത്. എല്ലാത്തിൻ്റെയും തുടക്കം ഒരേ ഒരു ദൈവീയ ശക്തിയാണ്. എല്ലാം ഒരേ പരമസത്യത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇതിൻ്റെ ഗവേഷണ കണ്ടുപിടിപ്പ് നമ്മളെ ആശ്ചര്യത്തിൻ്റെ ഉച്ചത്തിൽ കൊണ്ടുപോകും. നമഃശിവായ എന്ന മന്ത്രത്തിൻ്റെ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദിവ്യസ്വരൂപം മഹാദേവൻ്റെ ദിവ്യസ്വരൂപം നമ്മുടെ രൂപമായി നമ്മുടെ ഉള്ളിൽ നിൽക്കും എന്ന് പറയുന്നത് ആ 4 വേദങ്ങളിലും പറയുന്ന സത്യമായ ആത്മീയത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ആ ശാസ്ത്രീയ വിജ്ഞാനത്തിൽ നമഃശിവായ എന്ന മന്ത്രത്തിൻ്റെ ശബ്ദത്തിനെ പറ്റി പറഞ്ഞാൽ നമ്മുടെ നാഡീ ഞരമ്പുകളിൽ പോസിറ്റീവ് വൈബ്സ് എന്ന ഒരു നല്ല വൈബ്രേഷൻസിനെ ഉണർത്തുമെന്ന് പറയുന്നുണ്ട്. ശരീരത്തിനുള്ളിൽ പോസിറ്റീവ് എനർജിയെ ഉണർത്തുന്നതോടൊപ്പം തന്നെ നമ്മളിലുള്ള അനാവശ്യ ചിന്തകളെല്ലാം നമ്മളെ വിട്ട് വെളിയിൽ കൊണ്ടുവരുമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ് എന്ന ഒരു ക്ലാരിറ്റിയെ നമ്മളിലുണ്ടാക്കും. അതോടൊപ്പം മനസ്സിനൊരു സമാധാന നിലയുണ്ടാകും. ഇതെല്ലാം പല വിധത്തിലുള്ള ഗവേഷണത്തിലൂടെ പറയുന്ന കാര്യമാണ്. ഈ ശാസ്ത്രത്തെ ആത്മീയത്തോട് അന്നേ ബന്ധിപ്പിച്ച് നമ്മളിലേക്ക് എത്തിച്ചതാണ്
സിദ്ധാന്തങ്ങളുടെ എല്ലാം രാജാവ് മഹാദേവൻ, ഈ പ്രപഞ്ചനാഥൻ. ഈ വീഡിയോ നിങ്ങൾ വെറുതെ കേട്ടാൽ ഒരു ആത്മീയ പതിവായിട്ട് തോന്നും. എന്നാൽ ഭഗവാനെ ആത്മീയത്തോട് മാത്രം വെച്ച് കാണരുത്. സിദ്ധர்களுം അതുതന്നെയാണ് പറയുന്നത്. ആത്മീയത്തിനും അപ്പുറം, ശാസ്ത്രത്തിനും അപ്പുറം നിൽക്കുന്നവനാണ് നമ്മുടെ മഹാദേവൻ എന്നതാണ് അതിൻ്റെ തത്വം. അതുകൊണ്ട് ഇത് ആത്മീയ പതിവായിട്ട് മാത്രം കാണരുത്. ആത്മീയ പതിവായിട്ട് കാണുന്നതോടൊപ്പം തന്നെ ശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തി നോക്കുമ്പോൾ പല അറിവുകൾ നമ്മൾക്ക് കിട്ടും. ഇതെല്ലാം നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മളുടെ ഈ അറിവുകളെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ പ്രപഞ്ചശക്തിയാണെന്ന് വിശ്വസിക്കുക. ജീവിതത്തിൻ്റെ പല രീതിയിലുള്ള മേഖലകളിൽ മനസ്സ് തകരുമ്പോൾ ഒരു നിമിഷം, 5 നിമിഷം നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുക. ശ്വാസത്തിലൂടെ ഈ പ്രപഞ്ചശക്തിയെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ മഹാശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ദൈവിക തന്മയെ നിങ്ങൾ ഉണർത്തുക. ജീവിതത്തിലെല്ലാം നല്ല മാറ്റങ്ങളുണ്ടാകും. എല്ലാവർക്കും ആ ധ്യാന നിലയിൽ ജ്ഞാനത്തെ അടയുമ്പോൾ, മഹാദേവനെ ഉണരുമ്പോൾ എല്ലാവരിലേക്കും ആശീർവാദമായി ആ മഹാശക്തി ഒഴുകിയെത്തും.